MSC എൽസ-3യിൽ നിന്ന് കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകൾ കേരള തീരത്തെത്തിയാൽ എന്ത് സംഭവിക്കും? കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ കപ്പലിൽ നിന്ന് 8ഓളം കണ്ടെയ്നറുകളാണ് ആദ്യം കടലിൽ പതിച്ചത്. ലൈബീരിയൻ കപ്പൽ പൂർണ്ണമായി മുങ്ങിക്കഴിഞ്ഞതോടെ ഏകദേശം 643 കണ്ടെയ്നറുകളിൽ 40 എണ്ണം അറബിക്കടലിൽ പതിച്ചുവെന്നാണ് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നത്. ഇതിൽ 13 എണ്ണത്തിൽ അപകടകരമായ രാസവസ്തുക്കളുണ്ട്. കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടുക്കാനാണ് സാധ്യത കൂടുതലും. മണിക്കൂറിൽ 1 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇവ പ്രധാനമായും ആലപ്പുഴ തീരങ്ങളിൽ എത്താനാണ് സാധ്യത. കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിലേക്കും കണ്ടെയ്നറുകൾ എത്തിയേക്കാമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സാധ്യതാ മാപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. MSC എൽസ-3 കപ്പലിൽ നിന്ന് ഇന്ധനങ്ങൾ ഇതിനോടകം കടലിൽ പടരാൻ ആരംഭിച്ചിട്ടുണ്ട്. കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകും. ജലം മലിനമാകും, സമുദ്രജീവികൾക്കും ദോഷകരം. ഇതെല്ലാം മത്സ്യബന്ധനത്തെ സാരമായി തന്നെ ബാധിക്കും. സൾഫറോ മറ്റ് അപകടകരമായ രാസവസ്തുക്കളോ ആണ് കരയിലേക്ക് ഒഴുകുന്നതെങ്കിൽ അവ കൈകാലുകൾ കൊണ്ട് തൊടുകയോ ശ്വസിക്കുകയോ ചെയ്താൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. 200 മീറ്റർ എങ്കിലും അവയിൽ നിന്ന് മാറി നിൽക്കണം. വിവരം ലഭിക്കുന്നവർ ഉടൻ പോലീസിലോ 112 എന്ന നമ്പറിലോ വിളിച്ചറിയിക്കുക. കടലിൽ മുങ്ങിയ കപ്പലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും സുരക്ഷിതമായി നീക്കം ചെയ്യുന്നവരേക്കും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം.